ഹായ് എവരി വൺ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം പൂനിലക്കാവിലമ്മയുടെ ഉത്സവത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാനത് 2 പാർട്ടായിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇത് പാർട്ട് 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മെഗാ തിരുവാതിര കളിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെയാണ് തുടക്കത്തിൽ. ഇത് ഞാനൊരു റിവ്യൂ പോലെ ഇട്ടതാണ് കേട്ടോ, എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അപ്പോൾ ഇന്നത്തോടുകൂടി ഉത്സവം തീരുകയാണ്. അപ്പോൾ ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഇതാണ് മേക്കപ്പ് ഇട്ടിരുന്നതാണ്. ഇൻസ്റ്റയിലിടാറില്ലടാ. മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഇതാണ് ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. പാടി പാടി കാരണം 1 മിനിറ്റ് ടൈമില്ലേ, അപ്പൊ എന്തെങ്കിലും കടിയാ. സൈഡ് ചേച്ചി കൈ ഒന്ന് നോക്കിയേ, എല്ലാരും കൂടെ ഒന്ന് കാണിച്ചേ. കുഞ്ഞിന്റെ കൈ കാണിച്ചേ. 2 കൈ കാണിക്കേ, 2 കൈ ഇടിയ അവിടെ 2 നിങ്ങടെ തിരിഞ്ഞേ. ഇടിയ തിടു, നീ താത്തി പിടിച്ചോ, അപ്പൊ കിങ്ങുവിനെ കിട്ടും. 2 പേരെ കിട്ടണല്ലോ കേട്ടോ, ഒരു കൊല്ലം. അപ്പോൾ നമ്മളെല്ലാം സെറ്റായിട്ട് അമ്പലത്തിലെത്തി മെഗാ തിരുവാതിരയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. തിരുവാതിര വീഡിയോ പിന്നൊരു വീഡിയോയിലിടാം. അപ്പോൾ ആശ സന്തോഷിൻ്റെ സൗഭാന സംഗീതാർച്ചന ഉണ്ടായിരുന്നു. കുറച്ച് നേരം കണ്ടു കേട്ടോ. അത് ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. നമ്മൾ അത്ര നേരം ഇരുന്നില്ല. കുറച്ച് നേരം കണ്ടപ്പോഴേക്കും വീട്ടിലേക്ക് പോകുന്നു. സോപാന സംഗീത കച്ചേരിയൊക്കെ നല്ല പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം താലം വരവുണ്ടായിരുന്നു. ലാസ്റ്റ് ദിവസമാണ് ഗംഭീര താലം. പക്ഷേ ഇത് അല്ലാത്ത ഒരു താലം വരവായിരുന്നു, അവിടെ അടുത്തുള്ളൊരു ദേശക്കാരുടെ തന്നെ. അപ്പോൾ അതിന് ശേഷം അവരുടെ മുടിയാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ആണ്, ക്ലിപ്പാണ്. അപ്പോൾ മുടിയാട്ടം നമുക്ക് കാണാം.
ഇനി 4-ാം ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് ഫ്രണ്ട്സാണ്, ഞങ്ങളെല്ലാവരും വന്ന് ഇരുന്നതിന് ശേഷം ഗാനമേളയായിരുന്നു അന്നുണ്ടായിരുന്നത് കേട്ടോ. 4-ാം ദിവസം ഗാനമേളയായിരുന്നു. അപ്പോൾ മ്യൂസിക് സ്റ്റാർസ് കൊച്ചി അവരുടെ ആയിരുന്നു ഗാനമേള. നല്ല അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് പിള്ളേർ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവൻ കണ്ടിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ട് ഗാനമേള ഫുള്ള് കാണുന്നത് കേട്ടോ. ദമ്മയും പിള്ളേർ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല, അവരവിടെ കളിക്കായിരുന്നു. Habibo